ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലൗഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നവംബർ 1-ലെയും ഒക്ടോബർ 31-ലെയും ആനുകാലിക വിവരങ്ങളാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നവംബർ 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കേരള പിറവി ദിനമാണ് അല്ലേ. നവംബർ 1 കേരള പിറവി ദിനമാണ്. എത്രാമത് കേരള പിറവിയാണ് ആഘോഷിച്ചത്? 69ാമത് കേരള പിറവിയാണ് നമ്മൾ 2025 നവംബർ 1-ന് ആഘോഷിച്ചത്. കേരളപ്പിറവി എന്ന് പറയുമ്പോൾ തന്നെ കേരള സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണെന്നുള്ളത് ഒരു ചോദ്യമാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം പിറവികൊണ്ട ദിനമാണ് നവംബർ 1. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം പിറവികൊണ്ട ദിനമാണ് നവംബർ 1. കേരളത്തിൻ്റെ കൂടെ തന്നെ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന, കർണാടക, മധ്യപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും സംസ്ഥാന രൂപീകരണ ദിനമായി നവംബർ 1 ആഘോഷിക്കുന്നു. കേരളത്തിൻ്റെ കൂടെ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന, കർണാടക, മധ്യപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും സംസ്ഥാന രൂപീകരണ ദിനമായി നവംബർ 1 ആഘോഷിക്കുന്നു. ഇതൊക്കെ തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളാണ് കേരളമടക്കം. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇന്ത്യയുടെ 53ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി നിയമിച്ചത് ജസ്റ്റിസ് സൂര്യകാന്തിനെയാണ്. നമ്മൾ കഴിഞ്ഞ 2 കറണ്ട് അഫെയർ സെഷനിലും പറഞ്ഞ ഒരു പേരാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അദ്ദേഹം 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിക്കപ്പെട്ടു. അത് നിയമിച്ചത് ആരാണ്? രാഷ്ട്രപതിയാണ്. നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുവാണ് 53ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ നിയമിച്ചത്. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫെയർ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BR ഗവായ് നിർദ്ദേശിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് നിർദ്ദേശിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജസ്റ്റിസ് സൂര്യകാന്തിനെ തന്നെയാണ് രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചത്. അപ്പോൾ ആലോചിക്കേണ്ടത് എന്താണ്? 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചത് ജസ്റ്റിസ് സൂര്യകാന്തിനെ. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലാവധി എത്ര വരെയാണെന്ന് ചോദിച്ചാൽ അത് 2027 ഫെബ്രുവരി 9 വരെയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലാവധി 2027 ഫെബ്രുവരി 9 വരെയാണ്. ഇദ്ദേഹം ഒരു ഹരിയാന സ്വദേശിയാണ്. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. നിയമിച്ചത് രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു ആണ്. 27 ഫെബ്രുവരി 9 വരെയാണ് കാലാവധി. ഹരിയാന സ്വദേശിയാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ചോദിച്ചാൽ അത് BR ഗവായി ആണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. BR ഗവായി ആണ് ജസ്റ്റിസ് സൂര്യകാന്തിന് മുൻപുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. അദ്ദേഹം ഒരു കവിയും നിരൂപകനുമായിട്ടുള്ള KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. നമുക്കറിയാം, എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് ഒരു സാഹിത്യകാരൻ്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കാനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൻ്റെ ഇതെന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ്. ഓക്കെ. അപ്പോൾ KG ശങ്കരപ്പിള്ളയ്ക്ക് സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇനി ഈ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ്. ഇത്തവണത്തെ 2025 എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മാത്രം മതി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്, ഒന്ന്, 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ള, കവിയാണ്, നിരൂപകനാണ്. പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ്. നമ്മുടെ കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം. ഓക്കെ. അടുത്ത ചോദ്യം, വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺസ് ചേസ് വിജയം എന്ന റെക്കോർഡോടെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ലോകകപ്പ് ഫൈനലിലെത്തിയത് ഇന്ത്യ. വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺ ചേസ് വിജയം എന്ന റെക്കോർഡോടെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ലോകകപ്പ് ഫൈനലിലെത്തിയ രാജ്യമാണ് ഇന്ത്യ. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയമായിരുന്നു വേദി. വേദിയായിട്ടുണ്ടായത്. ഇനി
ഇന്ത്യ ഞായറാഴ്ച ഇതേ വേദിയിൽ ദക്ഷിണാഫ്രിക്കയുമായി ഫൈനലിൽ ഏറ്റുമുട്ടും. നമ്മുടെ സെമി ഫൈനലിലാണ് ആരെ തോൽപ്പിച്ചത്? ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയം ആയിരുന്നു വേദിയായിട്ടുണ്ടായത്. ഇനി ഈ വരുന്ന ഞായറാഴ്ച ഇന്ത്യ ഇതേ വേദിയിൽ ദക്ഷിണാഫ്രിക്കയുമായി ഫൈനലിൽ ഏറ്റുമുട്ടും. അപ്പോൾ ഫൈനൽ ആര് തമ്മിലാണ്? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. ഈ ഒരു കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തത് ജമീമ റോഡ്രിഗസിനെയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമായിട്ടുള്ള ജമീമ റോഡ്രിഗസിനെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തത്. പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ജമീമ റോഡ്രിഗസിനെയാണ്. ഓക്കെ, ഇന്ത്യൻ വനിതാ താരമായിട്ടുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററായിട്ടുള്ള ജമീമ റോഡ്രിഗസിനെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, ബാങ്കുകളുടെ വെബ് വിലാസം ഇനി മുതൽ അവസാനിക്കുന്നത് bank.in-ലാണ്. ബാങ്കുകളുടെ വെബ് വിലാസം ഇനി മുതൽ അവസാനിക്കുന്നത് bank.in-ലാണ്. bank.in. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ വാർഷികമായിട്ടുണ്ടായത് ഒക്ടോബർ 31-നാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷിത്വ വാർഷികമാണ് ഒക്ടോബർ 31. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 90ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് MR ഇളംപരിധി. ഇന്ത്യയുടെ 90ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് MR ഇളംപരിധി. രാജ്യാന്തര സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നൂതന ടൂറിസം ഉൽപ്പന്നങ്ങളും പദ്ധതികളും അവതരിപ്പിച്ച കേരള ടൂറിസം വകുപ്പ് നെറ്റ്വർക്ക് കേരള B2B മീറ്റ് സംഘടിപ്പിച്ചത് ഡൽഹിയിൽ. രാജ്യാന്തര സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നൂതന ടൂറിസം ഉൽപ്പന്നങ്ങളും പദ്ധതികളും അവതരിപ്പിച്ച കേരള ടൂറിസം വകുപ്പ് നെറ്റ്വർക്ക് കേരള B2B മീറ്റ് സംഘടിപ്പിച്ചത് ഡൽഹിയിൽ. സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിക്കുന്ന ലബോറട്ടറി ശൃംഖലയാണ് നിർണയ. സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിക്കുന്ന ലബോറട്ടറി ശൃംഖലയാണ് നിർണയ. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യമന്ത്രിയായിട്ടുള്ള മന്ത്രി വീണ ജോർജാണ്. ആരോഗ്യ വകുപ്പിന് കീഴിലെ 1300 ലാബുകളെ പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. എന്താണ്? നിർണയ. ആലോചിച്ച് വെക്കുക, നിർണയ. അടുത്ത ചോദ്യം, സൈബർ തട്ടിപ്പ് തടയാൻ ആലുവ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സൈഹണ്ട്. സൈബർ തട്ടിപ്പ് തടയാൻ ആലുവ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സൈഹണ്ട്. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കൊച്ചി, ഇന്ത്യ. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോക ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെവിടെ? നമ്മുടെ കൊച്ചിയിലാണ് 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോക ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവ. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവയാണ്. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പ് വേദിയാണ് ഈ ഗോവ. ഫിഡെ ചെസ് ലോകകപ്പിലെ മലയാളി സാന്നിധ്യങ്ങൾ ആരെല്ലാണെന്ന് ചോദിച്ചാൽ അത് നിഹാൽ സരിനും SL നാരായണനുമാണ്. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവയാണ്. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പ് വേദിയാണ് നമ്മുടെ ഗോവ. ഈ ഫിഡെ ചെസ് ലോകകപ്പിലെ മലയാളി സാന്നിധ്യങ്ങളാണ് നിഹാൽ സരിനും SL നാരായണനും. ഇനി ഏക വനിതാ സാന്നിധ്യമാണ് ദിവ്യ ദേശ്മുഖ്. ഇനി അവസാനമായി ഇന്ത്യ വേദിയായത്, ഇപ്പോൾ ഗോവയിലാണ് വേദി. ഇനി അവസാനമായിട്ട് വേദിയായിരുന്നത് 2002 ഹൈദരാബാദിലാണ്. ഇതിനു മുമ്പ് ഫിഡെ ചെസ് ലോകകപ്പിന് ഇന്ത്യ വേദിയാകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 1971 ഡിസംബറിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ യുദ്ധവിമാനം പറത്തവേ അതിർത്തിയിൽ വെച്ച് വെടിയേറ്റിരുന്ന 2025 ഒക്ടോബറിൽ വിടവാങ്ങിയ യുദ്ധവീരൻ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് MK രാഘവ മേനോൻ. 1971 ഡിസംബറിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ യുദ്ധവിമാനം പറത്തവേ അതിർത്തിയിൽ വെച്ച് വെടിയേറ്റിരുന്ന 2025 ഒക്ടോബറിൽ വിടവാങ്ങിയ യുദ്ധവീരൻ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് MK രാഘവ മേനോൻ. വായുസേനയുടെ ധീരതയ്ക്കുള്ള പ്രത്യേക മെഡൽ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആരാണ്? MK രാഘവ മേനോൻ. ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനികാഭ്യാസമായ ഓസ്ട്രാഹിന്ദ് 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഓസ്ട്രേലിയ. ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനികാഭ്യാസമാണ് ഓസ്ട്രാഹിന്ദ് 2025. അതിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രാഹിന്ദിൻ്റെ 4ാമത് പതിപ്പായിരുന്നു അത്. ഗൂർഖ റൈഫിൾസ് ബറ്റാലിയനാണ് ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ചത്. അവിടെ
ഗൂർഖ റൈഫിൾസ് ബറ്റാലിയനാണ് ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ചത്. ഓർത്ത് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനികാഭ്യാസമാണ് ഓസ്ട്രാഹിന്ദ് 2025. അതിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്പോർട്സ് ഫെഡറേഷൻ അഥവാ IBSA സംഘടിപ്പിക്കുന്ന 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോക ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കളാണ് അർജൻറ്റീന. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേദിയായിട്ടുണ്ടായത് കൊച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവിടെ പറയേണ്ടതായിരുന്നു ഇതുകൂടി. ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്പോർട്സ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോക ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കളാണ് അർജൻറ്റീന. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജൻറ്റീന കിരീടം സ്വന്തമാക്കിയത്. ബ്രസീലിനെ പരാജയപ്പെടുത്തി ജപ്പാൻ മൂന്നാം സ്ഥാനവും നേടി. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് B എന്നിവ പകരുന്നത് ഇല്ലാതാക്കുന്ന ആദ്യ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് മാലിദ്വീപ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് B എന്നിവ പകരുന്നത് ഇല്ലാതാക്കുന്ന ആദ്യ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് മാലിദ്വീപ്. 2026 വേൾഡ് സീ ഫുഡ് കോൺഗ്രസിൻ്റെ വേദി ചെന്നൈ, ഇന്ത്യ. 2026 വേൾഡ് സീ ഫുഡ് കോൺഗ്രസിൻ്റെ വേദിയാണ് ചെന്നൈ, ഇന്ത്യ. ചെന്നൈയാണ് 2026 വേൾഡ് സീ ഫുഡ് കോൺഗ്രസിൻ്റെ വേദി. അടുത്ത ചോദ്യം, കേരള കൾച്ചറൽ ഫോറം നൽകുന്ന സത്യൻ ചലച്ചിത്ര പുരസ്കാരത്തിന് 2025 അർഹയായത് ഉർവശി. കേരള കൾച്ചറൽ ഫോറം നൽകുന്ന സത്യൻ ചലച്ചിത്ര പുരസ്കാരത്തിന് 2025 അർഹയായത് ഉർവശി. മലയാള സിനിമയിലെ സംഭാവനകൾ പരിഗണിച്ചാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. ദ ലോ ട്രസ്റ്റിൻ്റെ 11ാമത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ കേരളത്തിൻ്റെ മുൻ ഗവർണറാണ് ജസ്റ്റിസ് P സദാശിവം. ദ ലോ ട്രസ്റ്റിൻ്റെ 11ാമത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ കേരളത്തിൻ്റെ മുൻ ഗവർണറാണ് ജസ്റ്റിസ് P സദാശിവം. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ മിനിരത്ന പദവി ലഭിച്ച കപ്പൽ നിർമ്മാണ കേന്ദ്രമാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, വിശാഖപട്ടണം. 2025 ഒക്ടോബറിൽ മിനിരത്ന പദവി ലഭിച്ച കപ്പൽ നിർമ്മാണ കേന്ദ്രമാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, വിശാഖപട്ടണം. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടറായി നിയമിതനായത് സൗമിത്ര P ശ്രീവാസ്തവ. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടറായി നിയമിതനായത് സൗമിത്ര P ശ്രീവാസ്തവയാണ്. ആരാണ്? സൗമിത്ര P ശ്രീവാസ്തവ. അന്താരാഷ്ട്ര ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ കളിക്കാരനെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ കളിക്കാരനാണെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ബാറ്റ്സ്മാനാണ് വിരാട് കോഹ്ലി. ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരയെ മറികടന്നാണ് വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്തെത്തിയത്. 463 മത്സരങ്ങളിൽ നിന്ന് 18,426 റൺസുമായി ഇന്ത്യയുടെ സച്ചിനാണ് പട്ടികയിൽ ഒന്നാമത്. 463 മത്സരങ്ങളിൽ നിന്ന് 18,426 റൺസുമായി ഇന്ത്യയുടെ സച്ചിനാണ് പട്ടികയിൽ ഒന്നാമത്. 2025 ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ ജേതാക്കളായത് തമിഴ്നാടാണ് 2025 ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ ജേതാക്കളായത്. 289 പോയിൻറ്റുമായി തമിഴ്നാട് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ ജേതാക്കളായി. 287 പോയിൻറ്റുമായി ഹരിയാന രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. 289 പോയിൻറ്റുമായി തമിഴ്നാട് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ ജേതാക്കളായി. തൊട്ടുപിറകെ 287 പോയിൻറ്റുമായി ഹരിയാന രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. നഗരങ്ങളിലെ ദരിദ്രരായ സ്ത്രീകളുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. നഗരങ്ങളിലെ ദരിദ്രരായ സ്ത്രീകളുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. കേരള പുരസ്കാരങ്ങൾ 2025. 2025 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ M.R. രാഘവ വാര്യർ ആണ്. കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? അത് ഡോക്ടർ M.R. രാഘവ വാര്യർ ആണ്.
വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ M.R. രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഇദ്ദേഹത്തിന് പുരസ്കാരം. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് P.B. അനീഷിനും രാജശ്രീ വാര്യർക്കുമാണ്. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് P.B. അനീഷിനും രാജശ്രീ വാര്യർക്കുമാണ്. അതിൽ P.B. അനീഷിന് കാർഷിക മേഖലയിലെ സംഭാവനകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. രാജശ്രീ വാര്യർക്ക് കലാരംഗത്തെ സംഭാവനകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് P.B. അനീഷിനും കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കുമാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. കേരള പ്രഭ പുരസ്കാരം. കേരളശ്രീ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചത്. ശശികുമാർ, ഷഹൽ ഹസൻ മുസലിയാർ, M.K. വിമൽ ഗോവിന്ദ്, ജിലുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി. ഇത്രയും പേർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. മാധ്യമ പ്രവർത്തനത്തിനാണ് ശശികുമാറിന് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. എന്നാൽ വിദ്യാഭ്യാസത്തിനാണ് ഷഹൽ ഹസൻ മുസലിയാർക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹം TKM ട്രസ്റ്റ് ചെയർമാനാണ്. പിന്നെ സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനകൾക്കായാണ് M.K. വിമൽ ഗോവിന്ദിന് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ജിലുമോൾ മാരിയറ്റ് തോമസിന് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. കായിക രംഗത്തിന് നൽകിയ സംഭാവനകൾക്കായാണ് അഭിലാഷ് ടോമിക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത്രയും പേർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. ശശികുമാർ, ഷഹൽ ഹസൻ മുസലിയാർ, M.K. വിമൽ ഗോവിന്ദ്, ജിലുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി. ഓർത്തു വെക്കുക. അവസാന ചോദ്യം. ഹോക്കി ഇതിഹാസ താരം മാനുവൽ ഫ്രെഡറിക് അന്തരിച്ചു. ഹോക്കി ഇതിഹാസ താരമായിട്ടുള്ള മാനുവൽ ഫ്രെഡറിക് അന്തരിച്ചു. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ഗോളിയായിരുന്നു ഇദ്ദേഹം. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ഗോളിയായിരുന്നു മാനുവൽ ഫ്രെഡറിക്. കായികരംഗത്തെ സംഭാവനകൾക്ക് രാജ്യം 2019 ധ്യാൻചന്ദ് അവാർഡ് നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കായികരംഗത്തെ സംഭാവനകൾക്ക് രാജ്യം 2019 ധ്യാൻചന്ദ് അവാർഡ് നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്നൊരു വിശേഷണമാണ് ഗോൾ മുഖത്തെ കടുവ. ഇദ്ദേഹം അറിയപ്പെടുന്നൊരു വിശേഷണമാണ് ഗോൾ മുഖത്തെ കടുവ. മാനുവൽ ഫ്രെഡറിക്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ദിവസങ്ങളിലെ ആനുകാലിക ഭാഗത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതി നല്ല റാങ്കുകളിൽ എത്താൻ വേണ്ടി പറ്റട്ടെ. പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സർവീസിൽ കയറാൻ വേണ്ടി പറ്റട്ടെ. താങ്ക് യു.